ഗൗരി, നിനക്ക് ശരിക്കും വട്ടുപിടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഞാൻ സത്യമാ പറയുന്നത്. ഇന്നലെ ശരിക്കും എനിക്കത് മനസ്സിലായി. എന്ത്? നിന്റെ പുറകെ ആരോ ഉണ്ടെന്നോ? മീര, നീ എന്താ എന്നെ വിശ്വസിക്കാത്ത? ഞാൻ ഈ കാര്യത്തിൽ കള്ളം പറയുമോ? കുറേ ദിവസമായി ആരോ എൻ്റെ പുറകെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷേ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ നിന്റെ വെറും തോന്നലാ ഗൗരി. അയ്യോ അല്ല, ഇന്നലെ ഞാൻ വീടെത്തുന്നവരെ അങ്ങനൊരു ശബ്ദം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആ വഴിക്ക് എത്ര വീടുണ്ട്? അങ്ങോട്ട് ആരെങ്കിലും പോകുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണണ്ടേ? അതാ പറഞ്ഞത് ഇത് മുഴുവൻ നിന്റെ തോന്നലാണെന്ന്. നല്ല ബെസ്റ്റ് ആളോടാ ഞാൻ ഇതെല്ലാം പറയുന്നത്. നീ പേടിക്കണ്ട, നിന്നെ ആരും തട്ടിക്കൊണ്ടു പോകത്തില്ല. അയ്യടാ, അല്ലേ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ഞാനങ്ങ് നിന്നു കൊടുക്കുമല്ലേ. ഞാനിന്ന് നിന്റെ വീട്ടിലോട്ടാ. ഹോ, ഭാഗ്യം. ചോദിച്ച് അവസാനം ഇന്നെങ്കിലും വരാൻ തോന്നിയല്ലോ. ഏയ്, നിൽക്കാനൊന്നുമല്ല. അച്ഛനും അമ്മയും പുറത്തു പോയേക്കുക. അവർ തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ ഇവിടുന്ന് കൂട്ടിക്കോളാമെന്ന് പറഞ്ഞു. നിനക്കിന്ന് എൻ്റെ വീട്ടിൽ നിന്നൂടെ? അച്ഛൻ സമ്മതിക്കില്ലെന്നേ. ഓ, അച്ഛൻ്റെ പുന്നാര മോള്. അതെയല്ലോ. മീര, നീ ഇരിക്ക്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. വേഗം വരണം. വരാന്നേ. ഇനി പറ. എന്തു പറയാൻ? മീര, നീ കളിക്കല്ലേ. ഇന്ന് നീ ഹരിയെ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് പറഞ്ഞോ? എന്ത്? ഡി, നിനക്കവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞോന്ന്. ഇല്ല, എന്നിട്ട് വേണം ഉള്ള ഫ്രണ്ട്ഷിപ്പ് കൂടെ പോവാൻ. അതൊന്നും പോവില്ല. നീ ശ്രദ്ധിച്ചില്ലേ അവൻ്റെ ആ നോട്ടം? പ്രത്യേകിച്ച് ആൾ നിന്നോട് മാത്രം നല്ല സോഫ്റ്റാ. അത് നിനക്ക് തോന്നുന്നതാ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടാ അവൻ എന്നോട് ഇത്ര അടുപ്പം കാണിക്കുന്നത്. അതും പറഞ്ഞിരുന്നോ? അവസാനം അവനെ ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ കാണാം. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ചിലപ്പോൾ അവന് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിലോ? പറഞ്ഞാലല്ലേ അറിയൂ. ഈ ടോപ്പിക്ക് വിട്, വേറെ എന്തെങ്കിലും പറ. വേറെ എന്താ? നമുക്കെന്തേലും കളിച്ചാലോ? ആഹാ, നല്ല പറ്റിയ സമയം. ഈ സമയത്തിന് എന്താ കുഴപ്പം? സന്ധ്യ കഴിഞ്ഞില്ലേ? അതിനെന്താ, നമുക്ക് കളിക്കാം. എന്ത് കളിക്കും? ട്രൂത്ത് ഓർ ഡെയർ. ട്രൂത്ത് ഓർ ഡെയർ. നമ്മൾ രണ്ടുപേരും മാത്രം. അതിനെന്താ, നമ്മൾ രണ്ടുപേരും തന്നെ ധാരാളം. ഓ, ശരി. എങ്ങനെ കളിക്കും? അത് വഴിയുണ്ട്. അവിടെ ഇരിക്കുന്ന ഗ്ലാസ് കണ്ടോ? അതിലേക്കൊരു പെന്നെറിഞ്ഞ് വീഴ്ത്തുന്നവർക്ക് ചോദിക്കാം. ഓ, ഇതൊക്കെ സിമ്പിളല്ലേ? ആ, എങ്കിൽ തുടങ്ങാം. ഹായ്, ഫസ്റ്റ് ഞാൻ. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഓ, എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഒരു കൺഫർമേഷന്. ഗൗരിക്ക് ആരുടെങ്കിലും ഇഷ്ടമുണ്ടോ? നല്ല ചോദ്യം. ഇതുവരെ ഇല്ല. ഓക്കെ, ഇനി ഞാൻ. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഹരിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ നീ എന്തു ചെയ്യും? തല്ലിക്കൊല്ലും രണ്ടിനെയും. നടന്നത് തന്നെ. നെക്സ്റ്റ്. വാവ്, പിന്നെ ഞാൻ. ട്രൂത്ത് ഓർ ഡെയർ? നിനക്ക് ട്രൂത്ത് തരുന്നത് നല്ലതല്ല, ഡെയർ. നല്ലതാ മോളെ, നിന്റെ ഡെയർ. ഇപ്പോൾ തന്നെ ഹരിയെ വിളിച്ച് നിനക്ക് ഇഷ്ടമാണെന്ന് പറയണം. എന്ത്? യെസ്, അത് തന്നെ. ചെയ്തോ? ഇത് പറ്റില്ല, വേറെ എന്തെങ്കിലും താ. ഡെയർ മാറ്റാൻ പറ്റില്ല. എന്നായാലും ഇതൊക്കെ നീ നേരിടണം. അപ്പോൾ വേഗം തന്നെ ആവട്ടെ. ദുഷ്ട. നീ ഇത് ചെയ്താൽ നീ അടുത്തത് തരുന്ന എന്ത് ഡെയറും ഞാൻ സ്വീകരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഓക്കെ, എങ്കിൽ ഞാൻ നോക്കാം.
ഹലോ മീര. ഹലോ. എന്താ മീര, എന്താ ഇപ്പോൾ വിളിച്ചേ? അത് എന്തു പറ്റി? ഹരിക്ക് സുഖമല്ലേ? ഇത് ചോദിക്കാനാണോ താനിപ്പോൾ വിളിച്ചത്? നമ്മളിന്ന് കോളേജിൽ വെച്ച് കണ്ടില്ലേ? അതെ, പക്ഷേ മീര, നീ കൊളവാക്കാത്തൊന്ന് പറയാവോ? മീര, തനിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഹരി, അത് എനിക്ക് ഹരിയോട് കുറേ നാളായി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഇത് ഞാൻ പറഞ്ഞെന്ന് കരുതി നമുക്കിടയിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവരുത്. എന്ത് പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹരി, അത് മീര, തനിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. അതിന് താൻ മടിയൊന്നും കാണിക്കണ്ട. നമുക്കിടയിൽ അതിൻ്റെ പേരിൽ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. ഹരി, ഹരി, ഐ ലവ് യു. നീ എന്താ കോള് കട്ട് ചെയ്തേ? ബാക്കി പറഞ്ഞില്ലല്ലോ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എങ്ങനെ പറഞ്ഞു തീർത്തേന്ന് എനിക്കറിയില്ല. പക്ഷേ അവനെന്താ ബാക്കി പറയാനുള്ളതെന്ന് നീ കേട്ടുപോലും ഇല്ലല്ലോ. ഏതായാലും നാളെ അവനെ തന്നെയല്ലേ കാണാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞോളൂ. മീര, ആർ യു ഓക്കെ? നീ പറഞ്ഞ പോലെ ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരിക്കലും ഇതിനൊന്നും ധൈര്യം കിട്ടിയെന്ന് വരില്ല. താങ്ക് യു. കണ്ടോ, എൻ്റെ ഡയറി കൊണ്ട് എങ്ങനൊരു ഉപകാരം നിനക്കുണ്ടായില്ലേ? ഓ മതി മതി, ഇനി നമുക്ക് ബാക്കി കളി തുടങ്ങാം. ഇനി വേണോ? വേണമെങ്കിൽ നമുക്കിവിടെ വെച്ച് നിർത്താം. അത് വേണ്ട. അടുത്ത ഞാൻ പറയുന്ന എന്ത് ഡയറി നീ ചെയ്തോളാന്ന് പറഞ്ഞതാ. ആയിക്കോട്ടെ, എനിക്കേതായാലും വേറെ ക്രഷൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. നോക്കാം. ഓ, അങ്ങനെ ഗൗരിയുടെ ഡയറിൻ്റെ സമയം വന്നിരിക്കുകയാണ്. ഓക്കെ, കേൾക്കട്ടെ നിന്റെ ഡയർ. ആലോചിക്കട്ടെ. വേഗം. ഓക്കെ, കിട്ടി. പറഞ്ഞോ. ഒരു പ്രാങ്ക് കോളാണ് നീ ചെയ്യാൻ പോകുന്ന ഡയർ. കുഴപ്പമില്ല, ബാക്കി കൂടെ കേക്ക്. അതായത് ഞാൻ നിനക്കൊരു നമ്പർ ഡയൽ ചെയ്ത് തരും, ഏതെങ്കിലും ഒരു നമ്പർ. ആ നമ്പറിൽ നീ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യണം. അതായത് ഒരു സ്ട്രേഞ്ചറിനെയോ? അത് തന്നെ. പക്ഷേ എന്തെങ്കിലും പ്രശ്നമായാലോ? ഒരു പ്രശ്നം ആവത്തില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ആ നമ്പർ ബ്ലോക്ക് ചെയ്യാം. ഇതൊക്കെ വേണോ? നമുക്ക് പരിചയമുള്ളവരുടെ അടുത്ത് പോരെ? അതിലേ ഒരു ത്രില്ലില്ല. ഇത് മതി. ഓ, എന്താ പ്രാങ്ക് ചെയ്യണ്ടേ? സിമ്പിൾ. ഫോൺ വിളിച്ചിട്ടെടുക്കുമ്പോൾ അയാളുടെ ഭാര്യയായിട്ട് അഭിനയിച്ചാൽ മതി. ഭാര്യയോ? അതെ, അതിനനുസരിച്ച് അങ്ങ് കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇനിയൊരു ഗേളാണ് കോൾ എടുക്കുന്നതെങ്കിലോ? ഓ, ഗേളാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് രീതിയിലും പ്രാങ്ക് ചെയ്യാം. ഓ, ഗേളായാൽ മതിയായിരുന്നു. ഓക്കെ, നിന്റെ ഫോൺ താ. എന്നാ ഇതാ, എനിക്ക് തോന്നിയ പോലെ ഒരു 10 അക്ക നമ്പർ ഞാൻ ഡയൽ ചെയ്തിട്ടുണ്ട്. ഫോൺ വിളിച്ച് തുടങ്ങിക്കോ. ഇത് വല്ലാത്തൊരു പരിപാടിയായിപ്പോയി. മീര, ഇതിൽ മഹി എന്നൊക്കെ എഴുതി കാണിക്കുന്നു. ഭാഗ്യം, അപ്പം വർക്ക് ചെയ്യുന്ന നമ്പറാ. വേഗം തുടങ്ങിക്കോ. മീര, ബെല്ലടിക്കുന്നു. എനിക്ക് പേടിയാവുന്നു. പേടിക്കാതെ മോളുടെ ആക്ടിങ് അങ്ങ് കാഴ്ചവെക്ക്. ഹലോ, ആരാ? എവിടെ പോയി കിടക്കുക? ഇത്ര നേരമായിട്ടും വീട്ടിലോട്ട് വരാറായില്ലേ? വീട്ടിലേക്കോ? എന്താ, വീടെന്ന് കേട്ടിട്ടില്ലേ? അതല്ല, ഇതാരാ സംസാരിക്കുന്നത്? ഓ, ഇനിയിപ്പോൾ എൻ്റെ ശബ്ദം കേട്ടാൽ അറിയില്ലായിരിക്കും. ഞാനാ ഗൗരി. ഏത് ഗൗരി?
ഓഹോ, നിങ്ങളപ്പം സ്വന്തം ഭാര്യയുടെ പേര് വരെ മറന്നുപോയല്ലേ? ഹലോ, ഇയാൾക്ക് ആള് മാറിപ്പോയതാ. മഹി, രാത്രി സമയത്ത് വെറുതെ കളിക്കല്ലേ. അത് എൻ്റെ പേര്. മഹി, രാത്രി ഇത്ര സമയമായി, ഗർഭിണിയായ ഒരു ഭാര്യ വീട്ടിലിരിക്കുന്നതിൻ്റെ ഒരു ചിന്തയില്ലേ നിനക്ക്? എൻ്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർമ്മയിലും. വേഗം ഒന്ന് വാ. ഇനി രാവിലെ പോയപ്പോൾ ഞാൻ ഉമ്മ തരാത്തതിൻ്റെ വിഷമമാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എത്ര വേണമെങ്കിലും തരാം. ഹലോ, അത് എൻ്റെ ഗൗരി മോളെ, ഞാൻ നമിച്ച് നിന്നെ. എങ്ങനെ നീ ഇതൊക്കെ പറഞ്ഞു? ഓടിക്കോണം എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട്. ഇത് വെറുതെ ഒരു ഡയറല്ലേ? പിന്നെ വെറുതെ ഒരു ഡയറ് ഇപ്പം അല്ല എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. ഇപ്പം മനസ്സിലായോ നീ എന്നെ കൊണ്ട് ഹരിയെ വിളിപ്പിച്ചപ്പോൾ ഞാൻ എന്തോരം പേടിച്ചെന്ന്? അതൊന്നുമില്ലെങ്കിലും നിനക്ക് പരിചയമുള്ള ആളല്ലേ. ഇതോ പരിചയമില്ലാത്തതുകൊണ്ട് നീ ഇനി പേടിക്കണ്ട. ഓ, പേടിക്കണ്ട, ഇതുവരെ എൻ്റെ നെഞ്ചെടുപ്പ് മാറിയിട്ടില്ല. ആ, അമ്മ അച്ഛനും വന്നെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്നോ? പെട്ടെന്നോ? സമയം 10 മണിയായി. അയ്യോ, കളിച്ചിരുന്ന് സമയം പോയതുപോലും അറിഞ്ഞില്ല. ശരി, ഞാൻ ഇറങ്ങുക. ബൈ. ശരി, നാളെ കാണാം. അയ്യോ, സമയം എത്രയായല്ലോ. വേഗം പോയി കുളിച്ചിട്ട് വന്ന് കിടക്കാം. എന്താ ശബ്ദം? ആരാ? ഷോ, എൻ്റെ ഭാര്യ എന്നെ ഇത്രയും നേരം നോക്കിയിരുന്ന് മുഷിഞ്ഞു. ഭാര്യ? താനാരാ? എന്താ എൻ്റെ ഗൗരിക്കുട്ടി, മഹിയേട്ടൻ ഇത്രയും ലേറ്റായതിൻ്റെ വിഷമമാണോ? മഹി? അതെ, മഹി തന്നെ. മോളെന്നെ ഇത്രയും നേരം കാണാൻ കൊതിച്ചിരുന്നതല്ലേ. അതുകൊണ്ട് എൻ്റെ ഗൗരിക്കുട്ടി വിളിച്ചപ്പോൾ തന്നെ ഞാനിങ്ങ് പോന്നു. തനിക്കെന്താ വേണ്ടേ? എന്ത് ചോദ്യമായത് എൻ്റെ ഗൗരിക്കുട്ടി? ഞാൻ നിന്നെ കാണാനല്ലേ വന്നത്, എൻ്റെ ഭാര്യ. ഭാര്യ? എന്തേ, ഗൗരിക്ക് കാണണ്ടേ നിന്റെ ഭർത്താവിനെ, നിന്റെ മഹിയെ? ഈശ്വരാ, എന്താ ഇത്? ഗന്ധർവനോ? എന്താ എൻ്റെ ഗൗരി എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും കാണാനല്ലേ പാതിരാത്രിക്ക് ഞാൻ ഇവിടെ വരെ കയറി വന്നത്. എന്നിട്ട് എന്നെ വെറുതെ നോക്കി നിൽക്കുവാണോ? അത് ഞങ്ങൾ വെറുതെ തമാശക്ക്. താഴെ അമ്മ കേൾക്കും. ഈ നേരത്ത് മോളുടെ മുറിയിൽ നിന്ന് ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നത് മോൾക്ക് തന്നെ നാണക്കേടല്ലേ? സാറത്? ഏയ്, സാറല്ല, മഹി, നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ. എന്താ ഇയാളെന്തിനാ അടുത്തേക്ക് വരുന്നത്? അപ്പോഴേക്കും എനിക്ക് ഒരു കുട്ടി മറന്നുപോയോ? വീട്ടിൽ വന്ന ഇഷ്ടം പോലെ ഉമ്മ തരാമെന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഞാനത് തരണ്ട, ഞാൻ എടുത്തോളാം. ഏയ്, എന്തായി കാണിക്കുന്നത്? വിടന്നെ. എൻ്റെ ഗൗരി അധികം എന്നാ
കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഈ മഹി പോവും. പക്ഷേ മറിച്ചാണെങ്കിൽ ഗൗരി, മഹി, എനിക്ക് നിന്നെ വേണം ഗൗരി. എനിക്ക് വേണം നിന്നെ എൻ്റെ മാത്രമായി. മഹി, ഞാൻ മറുത്തൊന്നും പറയണ്ട. ഈ ലോകത്തുള്ള മറ്റൊരാൾക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നീ എൻ്റെയാണ്, എൻ്റെ മാത്രം, ഈ മഹിയുടെ മാത്രം. മഹി. Sleep well, baby. എന്തായിരുന്നു ഇന്നലെ നടന്നത്? സ്വപ്നമാണെന്ന് തോന്നുന്നു. ഓ, പേടിച്ചുപോയി. പക്ഷേ അയാള് ശരിക്കും അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവാൻ? ഇത്രയും ഭംഗിയുള്ള മനുഷ്യന്മാരൊക്കെ ലോകത്തുണ്ടാവുമോ? ഹേയ്, ഇതെന്താ എൻ്റെ കഴുത്തില്?